ഹായ് ഗായ്സ്. അപ്പം ഞങ്ങളുടെ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലമായി കേട്ടോ. അപ്പം ഞാനിങ്ങനെ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കിന് എനിക്ക് സർപ്രൈസ് ആയിട്ട് ഒരു കൊട്ട നിറച്ച് മിഠായും അതിനകത്ത് കുറേ ഒരു ചെറിയ പാവക്കുട്ടി, പിന്നെന്താണ് നെയിൽ പോളിഷ്, സ്പ്രേ, അങ്ങനെ കുറേ സാധനങ്ങൾ അതിനകത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടപ്പോൾ പെട്ടെന്ന് സർപ്രൈസ് ആയി പോയിട്ടെ. ഞാനൊട്ടും പ്രതീക്ഷയില്ലായിരുന്നു, കാരണം ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊന്നും വേണ്ടെന്ന്. എന്നിട്ട് എനിക്ക് മേടിച്ചതെന്ന്. അതുകൂടാതെ അത് മാത്രമേ ബെഡിലിരിക്കുന്ന ഞാൻ കണ്ടുള്ളൂ. അതുകൂടാതെ ഞാൻ പിന്നെ അകത്ത് കയറി വന്നപ്പോഴാണ് ഞാൻ വേറൊരു സാധനം കാണുന്നത്. ഞാൻ പണ്ടുതൊട്ടേ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ എനിക്ക് ഇന്നത് മേടിച്ചു തരണമെന്ന്. പക്ഷേ വെഡിങ് ആനിവേഴ്സറി സമയത്ത് എനിക്കതൊരു ഗിഫ്റ്റായിട്ട് മേടിച്ചുകൊണ്ട് തരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ആ സാധനം. എനിക്ക് ഇങ്ങനത്തെ പ്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് മേടിച്ചു തരണം, കറികളൊക്കെ വെച്ച് അങ്ങനെ ഫുഡ് കഴിക്കാമല്ലോ. ചോറുണ്ടായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ. അപ്പോൾ അതിന് മേടിച്ചു തരാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഇങ്ങനെ ഒരു സമയത്ത് എനിക്കത് കൊണ്ടുതരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം. അതിനെ സർപ്രൈസ് ആക്കി കളഞ്ഞ എൻ്റെ കെട്ടിയാൻ. അപ്പം ഞാൻ എൻ്റെ കെട്ടിയനോട് ചോദിക്കാം എന്താണ് അതെങ്ങനെ മേടിക്കാനുണ്ടായ കാരണം. പറ. ഞാൻ സർപ്രൈസ് വേണ്ടെന്ന് വന്നിട്ട് പിന്നെ എന്ത് പറ്റി? ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും സർപ്രൈസ് അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ സർപ്രൈസ് തരുന്ന കെട്ടിയന്മാരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുക. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ആദ്യമായിട്ടാണ് അങ്ങനെ സർപ്രൈസ് തരുന്ന ഒരാളൊന്നും അല്ല. എന്നെ കൊണ്ടുപോയി മേടിച്ച് എൻ്റെ ഇഷ്ടത്തിന് മേടിച്ചു തരുന്ന ആളാണ്. എന്തായാലും എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ പ്രതീക്ഷയെക്കാളും അടിപൊളിയായി. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബൈ.